ഹായ് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് പോവായിരിക്കല്ലേ? എത്ര കൂട്ടുകാരല്ലേ. അവിടെ ചെന്നാൽ അടിപൊളിയല്ലേ. കളിക്കാം, ചിരിക്കാം, പാടാം, ആടാം, വരയ്ക്കാം, നിറം കൊടുക്കാം, അങ്ങനെ എന്തെല്ലാം അല്ലേ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകത്തിലേക്കൊന്ന് പോകാം അല്ലേ. നമുക്ക് ഒരു പാഠപുസ്തകം ഉണ്ട്. അതിൻ്റെ ഉള്ളടക്കം 8-ാം പേജിലാണ് ഉള്ളടക്കം വരുന്നത്. ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫസ്റ്റ് പാർട്ട് ആ പുസ്തകത്തിൻ്റെ അതിൽ വരുന്ന പാഠങ്ങൾ ആണ് ഒന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഈ ഉള്ളടക്കത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വരുന്ന പാഠം ഏതാണ്? പറവകൾ പാറിയില്ലേ. ഈ ഇത് വരുന്നതിനേക്കാൾ മുന്നേ പേജ് നമ്പർ 6-ൽ കുഞ്ഞുങ്ങൾക്ക് അക്ഷരമാല കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരമാല കുഞ്ഞുങ്ങൾ ഒന്ന് വായിക്കാം. അക്ഷരമാലയൊക്കെ കൊച്ചു കൊച്ചു അക്ഷരങ്ങളായിട്ടാണ് നമ്മൾ എഴുതി പഠിക്കേണ്ടത്. അതായത് ത, റ, വ അങ്ങനെയൊക്കെ എഴുതി അവസാനമാണ് നമ്മൾ ആ ഇ ഒക്കെ എഴുതണ്ടോ. അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പം നമുക്കിപ്പോൾ ഒന്ന് വായിക്കാം നമ്മുടെ അക്ഷരമാല. അ, പിന്നെ ആ, പിന്നെ ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഓ, ഔ, അ. ഇതാണ് നമ്മുടെ സ്വരാക്ഷരങ്ങൾ. അക്ഷരമാലയിൽ സ്വരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്, സ്വരാക്ഷരങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് സ്വരാക്ഷരങ്ങളാണ്. ഇനി രണ്ടാമത് വരുന്നതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഈ വ്യഞ്ജനാക്ഷരങ്ങൾ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമുക്കിനി എഴുതാനും വായിക്കാനുള്ളതൊക്കെ അതിനൊക്കെ സഹായമാവും. കറക്റ്റായിട്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ. നമ്മളിപ്പോൾ ആദ്യത്തെ സെറ്റ് എന്താണ്? ക. ക, പിന്നെ രണ്ടാമത്തത് ഖ. അതായത് ക, ആദ്യത്തെ കായുടെ കൂടെ ഒരു ഹ സ്വരം ചേർത്തിട്ട് ഒരുമിച്ച് പറയാം. അപ്പം ഖ, അതാണ് രണ്ടാമത്തെ ഖ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ, മൂന്നാമത്തത്. ആ മൂന്നാമത്തെ ഗയുടെ കൂടെ ഒരു ഹ ഒന്ന് ചേർത്ത് ആ സ്വരം ഒന്ന് ചേർത്തിട്ട് പറയാം. അപ്പം ഘ നായി. ആ മൂന്നാമത്തെ ഗ, നാലാമത്തത് അപ്പം ഘ നായി മാറും. അപ്പം ങ. അപ്പോൾ കാടെ കൂടെ ഹ ചേർത്താൽ ഖ, ഗാരെ കൂടെ ഹ ചേർത്താൽ ഘ, ങ. അപ്പം നമുക്കൊന്ന് വായിച്ച് നോക്കാം. ക, ഖ, ഗ, ഘ, ങ. അതേപോലെ ച, ഛ, ജ, ഝ, ഞ. ട, ഠ, ഡ, ഢ, ണ. ത, ഥ, ദ, ധ, ന. പ, ഫ, ബ, ഭ, മ. പിന്നെ യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. അത്രയും അക്ഷരങ്ങൾ കൂടി. അപ്പോൾ നമുക്കിത് ടോട്ടൽ എത്ര അക്ഷരം ഉണ്ടെന്ന് കുഞ്ഞുങ്ങൾ എണ്ണി നോക്കിയേ. എത്ര ഉണ്ടാവും? കുഞ്ഞുങ്ങൾ എണ്ണിട്ടാ. ഇനി നമുക്ക് നമ്മളുടെ പേജ് നമ്പർ 8-ലേക്ക് പോവാം. അവിടെയാണ് ഉള്ളടക്കം. പിന്നെ നമ്മളുടെ പേജ് നമ്പർ 9, അവിടെ നമ്മളെ പാഠം തുടങ്ങുകയാണ് അല്ലേ. ഏതാണ് നമ്മളുടെ പാഠം? പറവകൾ പാറി. അപ്പോൾ നമ്മൾ അക്ഷരങ്ങളായിട്ടൊന്ന് നോക്കാം. പറവകൾ പാറിയത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? പ, പിന്നെ റ. അപ്പോൾ പറ, പിന്നെ വാട്ട് കഴിഞ്ഞാൽ പ, റ, വ. പിന്നെ ഒരു കാട്ട് കഴിഞ്ഞാൽ പ, റ, വ, ക, പറവക. പിന്നെ എൾ, അപ്പോൾ പ, റ, വ, ക, എൾ, പറവകൾ. പാട്ട് ദീർഘട, അപ്പോൾ പാ, റാട്ട് വലിയിട്ട് റി, അപ്പോൾ പാറി. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളായിട്ട് ചേർത്ത് പഠിക്കാൻ നോക്കിയാൽ കുറച്ചും കൂടി കുഞ്ഞുങ്ങൾക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് പാടാം അല്ലേ. പാഠം പറവകൾ പാറി എന്നുള്ള പാഠത്തിൽ നമുക്ക് പാടാം. എങ്ങനെയാണ്? പട 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 പറവകൾ പാറി, തന 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 തനു തിന താന. അപ്പം എങ്ങനെയാണ് പറവകൾ പാറുന്നത്? പട 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 അല്ലേ. എന്ന് വെച്ചാൽ ആ ചിറകൊക്കെ അടിച്ച് അങ്ങനെ പാടുകയാണ് അല്ലേ. ഇവിടെ ചിത്രത്തിൽ കണ്ടില്ലേ ഏതൊക്കെയാണ്? കാക്കകളുണ്ട്, തത്തമ്മകളുണ്ട്, 2 തത്തകളുണ്ട്, 2 കാക്കകളുണ്ട്, താഴെ 2 പ്രാവുകളുണ്ട്, പൊന്മാനൊക്കെ ഉണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾക്ക് അറിയില്ലേ ഇവയൊക്കെ? അത് ചിത്രം കണ്ടാൽ പറയാനറിയില്ലേ ഏതൊക്കെ കിളികളെന്ന്? ഇനി പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 10ലേക്ക് പോവാണല്ലേ. പേജ് നമ്പർ 10ൽ നമുക്ക് പാടാം. അവിടെ എന്താണ്? മഞ്ഞക്കിളികൾ പറന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പം മഞ്ഞക്കിളികൾ എങ്ങനെയാണ് പാടുന്നത്? മഞ്ഞക്കിളികൾ പാടുന്നുണ്ട് അല്ലേ. അവ എങ്ങനെയാണ് പാടുന്നത്?
കലപില കലപില പറവകൾ പാടി അല്ലേ? അവരെങ്ങനെയാണ് പാടുന്നത്? കലപില കലപില പറവകൾ പാടി. പറവകൾ എന്ന് പറഞ്ഞാൽ പറക്കുന്നവ അല്ലേ, കിളികൾ അല്ലേ? അപ്പം നമുക്കറിയില്ലേ കിളികളുടെ സ്വരമൊക്കെ എങ്ങനെയാണ്? ആകെ അല്ലേ കലപില കലപിലല്ലേ, നല്ല സ്വരമാണല്ലേ? അപ്പം എങ്ങനെയാണ്? അപ്പം നമുക്ക് പാടാം. കലപില കലപില പറവകൾ പാടി തന 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 തനു തിന താന. അതെവിടെ നിന്നാണ് കിട്ടിയേ? ഇവിടെ നമ്മൾ തന മാത്രം തന്നിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. ഇത് നമ്മൾ മുന്നിലത്തെ പാട്ടുണ്ടല്ലേ, ആ പാട്ടിൻ്റെ അതങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ഇവിടെ എഴുതണം. അപ്പം തന 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 തനു തിന താന. ഇനി പേജ് നമ്പർ 11 അല്ലേ? 11 എന്താണ്? നമ്മുടെ കാക്കയും തത്തമ്മയും നമ്മുടെ പ്രാവൊക്കെ പറക്കുമ്പോൾ തൂവലുകൾ വീഴുന്നുണ്ടല്ലേ, അതൊക്കെ പറക്കാൻ ആരാ ഉള്ളത്? കൂട്ടുകാരല്ലേ? അവർക്ക് എന്താ വേണ്ടേ? തൂവലുകളൊക്കെ അവരെന്തിനാണ് ശേഖരിക്കുന്നത്? അവർ ചിത്രപുസ്തകക്കാരനെ ഒട്ടിച്ച് അപ്പോൾ നമ്മളുടെ കിളികളുടെയൊക്കെ പടമൊക്കെ ശേഖരിച്ച് വെട്ടി ഒട്ടിച്ച് തൂവലൊക്കെ ഒട്ടിച്ച് ഒരു പുസ്തകക്കാരനല്ലേ അവർ തൂവലുകൾ ശേഖരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിത്രപുസ്തകം ഉണ്ടാക്കാമെന്നല്ലേ. നമ്മൾ കുഞ്ഞുങ്ങൾ പുസ്തകമൊക്കെ മേടിച്ച് നല്ല പിക്ചേഴ്സൊക്കെ കിട്ടും കിളികളുടെ എല്ലാത്തിൻ്റെ, അതൊക്കെ മേടിച്ച് വൃത്തിയായി വെട്ടി പുസ്തകങ്ങൾ ഉണ്ടാക്കണം. തൂവലുകളൊക്കെ ശേഖരിച്ച് ഏത് കിളിക്കാണ് ഏത് തൂവലാണെന്ന് അതിൻ്റെ നേരെയൊക്കെ ഒട്ടിച്ച് ശേഖരിച്ച് ചിത്രപുസ്തകമാക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പിക്ചറിൽ എന്താണ്? പറവകൾ തൂവലുകൾ എഴുതിയിട്ടുണ്ടല്ലേ. പറവകൾ നമ്മൾ മുന്നേ പറഞ്ഞു. തൂവലുകൾ താട്ടിട്ട് ഇരട്ട ചുഴിപ്പാണ്, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ തൂന്നാവും. പിന്നെ അപ്പം തൂവ, പിന്നെ ലാ ഇട്ടിട്ട് ചുഴിപ്പിട്ട് കഴിഞ്ഞാൽ ലു, അപ്പം തൂവലു, പിന്നെ തൂവലുകൾ. അപ്പം പറവകൾ തൂവലുകൾ. പിന്നെന്താണ്? അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു കുട്ടി എന്താ ചെയ്യണേ? മരക്കൊമ്പിൽ കിളികൾക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കണം, കണ്ടില്ലേ? നല്ല വേനലൊക്കെ ആകുമ്പോൾ നമ്മളുടെ വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ വറ്റി വരളുമ്പോൾ അവർക്കൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ? നമുക്കൊക്കെ ദാഹിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താവും? നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടേ? ഇതേപോലെ ഒരു പാത്രത്തിലൊക്കെ വെള്ളം ദിവസം വെച്ച് കൊടുക്കുക, ഏതെങ്കിലും പറമ്പിൻ്റെ ഒരു സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കുക, അവർ വന്ന് കുടിച്ച് പൊക്കോളും. ഇനി എന്താണ് അടുത്തതിൽ? അടുത്തത് പേജ് നമ്പർ 12 ആണല്ലേ. 12 ഏതൊക്കെ കിളികളുള്ളത്? പരുന്തുണ്ടല്ലേ, പിന്നെ പൊന്മാനുണ്ട്, മൂങ്ങയൊക്കെ ഉണ്ട്, അവിടെയും അവർ കുഞ്ഞുങ്ങളുണ്ടല്ലേ. അപ്പോൾ പിന്നെന്താണ്? പറവകൾ പാടിയില്ലേ. നമ്മൾ ആദ്യത്തതിൽ തന്നെ എന്താ പറഞ്ഞേ? പറവകൾ പാടിയില്ലേ, പാറി. പടപട പടപട പറവകൾ പാറില്ലേ. രണ്ടാമത്തെ പേജിൽ എന്താണ്? കലപില കലപില പറവകൾ പാടിയില്ലേ. അപ്പോൾ ഇതിലെന്താണ്? പറവകൾ പാടി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിലെ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത്? തനുതിന, അവർ പാടാണ്. തനുതിന തൂവലുതാ അല്ലേ. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് തൂവല് തരാൻ പറയണല്ലേ കിളികളോട്. പിന്നെന്താണ്? അടുത്തത് പേജ് നമ്പർ 13 13 എന്താണ്? നല്ല ഭംഗിയുള്ള, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ? പല പല രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ട വെച്ചിട്ടാണല്ലേ, മുട്ടയുടെ തോട് വെച്ചിട്ടാണല്ലേ. എത്ര രൂപങ്ങളാണല്ലേ. അതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ കളർ ചെയ്യണം. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ സാന്താക്ലോസിനൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ തൊപ്പിയൊക്കെ നമുക്ക് ഇതേപോലൊരു ഷേപ്പൊക്കെ ഏകദേശം വരച്ച് കളർ ചെയ്തിട്ട് വെട്ടിയെടുത്തിട്ട് നമ്മുടെ മുട്ടത്തോടിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കുക. ഒരു കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്ത് ഒരു താടിയൊക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് സാന്താക്ലോസിനെ വരയ്ക്കാമല്ലേ. അതുപോലെ തന്നെ കണ്ടില്ലേ ഒരു വണ്ടിനെ കണ്ടില്ലേ, ഒരു ചുവപ്പ് കളറൊക്കെ കൊടുത്ത് കറുപ്പ് കുത്തൊക്കെ ഒന്നിട്ട് ചായ പെൻസിലൊക്കെ വെച്ച് കുത്തിട്ട് മുന്നിലൊരു കണ്ണ് പോലെയൊക്കെ ആക്കിയാൽ ഒരു വണ്ടായില്ലേ. ഇതുപോലെ എത്ര കൊമ്പുള്ള ഒരു പിക്ചർ കണ്ടില്ലേ. അത് ഇതുപോലെ ചെറിയ ഒരു കൊമ്പിൻ്റെ ഷേപ്പൊക്കെ വരച്ച് അത് കളർ കൊടുത്ത് വെട്ടിയെടുത്ത് നമുക്ക് 2 കൊമ്പൊക്കെ വെച്ച് കൊടുക്കാം അല്ലേ. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകാരൊന്നിച്ച് ചെയ്യണം, അപ്പോഴേ രസമുള്ളൂ അല്ലേ. നമുക്ക് പല നൂറുകണക്കിന് രൂപങ്ങൾ കിട്ടുമല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്നതൊക്കെ ചെയ്യാം. പല കുട്ടികളും അങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ, കുഞ്ഞുങ്ങളും ചെയ്തതും അപ്പുറത്ത് ചെയ്തതൊക്കെ നമുക്ക് മനസ്സിലാവും, അതുപോലെ ചെയ്യാം അല്ലേ. അപ്പം അങ്ങനെ എത്ര എണ്ണം നമുക്ക് ഉണ്ടാക്കാം. അതാണ്. ഇനി അടുത്തത് പേജ് നമ്പർ 14 14 എന്താണ്?
ഒരു മുട്ടയുടെ നേർപകുതി അല്ലേ, മുട്ടത്തോടിൻ്റെ ഒരു നേർപകുതി വെച്ചിട്ടുള്ള ഒരു 4 കാല് പോലെ അല്ലേ, നമ്മുടെ മേശയ്ക്കൊക്കെ ഉള്ളൊരു 4 കാല് പോലെ മുട്ടയുടെ നേർപകുതി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പുസ്തകങ്ങൾ അടക്കിയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ മഞ്ഞ ഷർട്ട് ഇട്ട കുട്ടിയുണ്ട്, ഒരു നീല ഷർട്ട് ഇട്ട കുട്ടിയൊക്കെ ഉണ്ട് അല്ലേ. ആ മഞ്ഞ ഷർട്ട് ഇട്ട കുട്ടിയുടെ ഉള്ളിൽ എന്താണ് അവരെ ചിന്തിക്കുന്നതാണ്, അതാണ് ഇങ്ങനെ വട്ടം 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 പോലെ അവരെടുത്തിക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവനെന്താ ചിന്തിക്കുന്നത്, അത് പിടിഞ്ഞു പൊളിഞ്ഞു വീഴും മുട്ടത്തോടല്ലേ, അത് പെട്ടെന്ന് പൊട്ടൂല. മറ്റേ കുട്ടി എന്താ ചിന്തിക്കുന്നത്, അതിൻ്റെ മുകളിൽ പിന്നെയും പിന്നെയും പുസ്തകങ്ങൾ അടക്കാമെന്നല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളതൊന്ന് നോക്കി നോക്കണം എങ്ങനെയാണ്. ആ മുട്ടത്തോട് പകുതിയാക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടി പോയത് അങ്ങോട്ട് നീണ്ട് പൊട്ട് വീണിട്ടുള്ളതൊന്നല്ല, കറക്റ്റായിട്ട് നമുക്ക് നല്ല ഷേപ്പിലുള്ള പൊട്ടാത്ത ഇതേപോലെ പകുതിയുള്ള മുട്ടത്തോട് വെച്ച് കറക്റ്റ് 4 കാല് പോലെ വെച്ച് അതുമ്മ പുസ്തകങ്ങൾ അടക്കി നോക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പൊട്ടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ, അത് ഇനി മുകളിലേക്ക് പിന്നെയും പിന്നെ അടക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. കുഞ്ഞുങ്ങൾ ചെയ്യില്ലേ. അപ്പം നമ്മളുടെ ഈ പാഠം ഇത് ഇവിടെ കഴിഞ്ഞു. ഇനി ഉള്ളത് നമുക്ക് രണ്ടാമത്തെ പാഠം പൂവ് ചിരിച്ചു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് അടുത്ത ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞു തരാം. അപ്പോൾ